നമസ്കാരം, ന്യൂസ് 8 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥർ പണിമുടക്കുന്നത് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. ഇക്കാര്യം വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കണം. പണിമുടക്കുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കോടതിക്ക് അതൃപ്തി. ഹൈക്കോടതി വിധി സംബന്ധിച്ച സർക്കാർ നിയമോപദേശം തേടി. ഹൈക്കോടതി വിധിയിൽ പഠിച്ചിട്ട് മറുപടി പറയാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമരങ്ങളിലെ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. പണിമുടക്ക് മൂലം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നാളെയും തുടരുമെന്ന് AITUC നേതാവ് KP രാജേന്ദ്രൻ. ഇന്ന് പണിമുടക്കിയവർ നാളെയും പണിമുടക്കും. കേന്ദ്ര സർക്കാരിനെയാണ് കോടതി വിമർശിക്കേണ്ടതെന്നും രാജേന്ദ്രൻ. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആദ്യ ദിനം സംസ്ഥാനത്ത് പൂർണ്ണം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. പുതിയ 4 തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക എന്നതടക്കം 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 22 തൊഴിലാളി സംഘടനകളാണ് സംസ്ഥാനത്ത് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ഓഫീസുകളിൽ ഹാജർ തീരെ കുറവ്. സെക്രട്ടേറിയറ്റ് അടക്കം മിക്ക സർക്കാർ ഓഫീസുകളിലും വിരലിലെണ്ണാവുന്നത്ര ജീവനക്കാരെ എത്തിയുള്ളൂ. കേരളത്തിൽ പണിമുടക്ക് ജനത്തെ വലച്ചു. ചില ഓട്ടോകളും ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള KSRTC സർവീസുകളും മാത്രമാണ് സർവീസ് നടത്തിയത്. പാൽ, പത്രം, ആശുപത്രി, ആംബുലൻസ്, കോവിഡ് പ്രതിരോധ പ്രവർത്തനം തുടങ്ങിയവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജോലിക്ക് ഹാജരായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പണിമുടക്ക് അനുകൂലികളുടെ മർദ്ദനം. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. പഞ്ചായത്ത് ഓഫീസിൽ കയറിയായിരുന്നു മർദ്ദനം. മർദ്ദനമേറ്റ മനോജിനെ പോലീസാണ് ആശുപത്രിയിലെത്തിച്ചത്. കൊച്ചിയിൽ പലയിടത്തും ജോലിക്കെത്തിയവരെ തടഞ്ഞു. കൊച്ചി BPCLൽ വാഹനത്തിലെത്തിയ ജീവനക്കാരെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. BPCLൽ പണിമുടക്ക് പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കിഴക്കമ്പലത്ത് കിറ്റക്സ് വാഹനത്തിന് നേരെയും പണിമുടക്ക് അനുകൂലികളുടെ പ്രതിഷേധം. കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലിക്കായി എത്തിയ ജീവനക്കാരെ തിരിച്ചയച്ചു. കോഴിക്കോട് അശോകപുരത്ത് സമരാനുകൂലികൾ ഓട്ടോറിക്ഷയുടെ ചില്ല് തകർത്ത് കുടുംബത്തെ ഇറക്കിവിട്ടു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഗോവിന്ദപുരം സ്വദേശി ലിബിജിത്തിനെയും കുടുംബത്തെയുമാണ് ഒരു സംഘം ആളുകൾ ആക്രമിച്ചത്. കുട്ടികളെ അടക്കം ഭീഷണിപ്പെടുത്തിയെന്നും ലിബിജിത്ത്. കസബ പോലീസ് കേസെടുത്തു. പൊതുപണിമുടക്കിൽ മലപ്പുറം തിരൂരിൽ അതിക്രമം. തിരൂരിൽ രോഗിയുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു. തിരൂർ മുത്തൂർ മങ്ങാട്ട് യാസറിനാണ് മർദ്ദനമേറ്റത്. അങ്ങാടിപ്പുറത്ത് പ്രകടനം നടക്കുന്നതിനിടെ കാറിലെത്തിയവരെ സമരക്കാർ തടഞ്ഞു. തിരുവനന്തപുരം മംഗലപുരത്ത് പണിമുടക്ക് അനുകൂലികൾ പെട്രോൾ പമ്പിന് നേരെ കല്ലെറിഞ്ഞു. ഓഫീസിന്റെ ഗ്ലാസ് ചില്ലുകൾ തകർന്നു. ആനന്ദം ഫ്യൂൽസിന് നേരെയായിരുന്നു ആക്രമണം. പമ്പ് പ്രവർത്തിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തി. തുടർന്നായിരുന്നു അതിക്രമമെന്ന് ജീവനക്കാരി. കാസർഗോഡ് ദേശീയപാതയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വാഹനങ്ങൾ തടഞ്ഞു. പണിമുടക്ക് അനുകൂലികളും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ടൂറിസം മേഖലയായ ആലപ്പുഴയിൽ പണിമുടക്ക് ഭാഗികം. വിദേശ ടൂറിസ്റ്റുകൾക്കായി ചില ടാക്സികൾ ഓടുന്നു. ഹൌസ് ബോട്ടുകളും സർവീസ് നടത്തുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. KSRTCയും സർവീസ് നടത്തിയില്ല. ദേശീയ പണിമുടക്ക് മലയോര മേഖലയിൽ ശക്തം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബൈക്ക് യാത്രക്കാരനെ സമരാനുകൂലികൾ തടഞ്ഞു. റോഡിന് കുറുകെ കസേരകൾ നിരത്തിയിട്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു. ഇരുചക്ര വാഹന യാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പാറശാല ദേശീയപാതയിൽ സമരാനുകൂലികൾ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു. ദേശീയ പണിമുടക്ക് ദിവസത്തിലും എറണാകുളം പള്ളിക്കരയിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചു. പണിമുടക്കിന്റെയും ഹർത്താലിന്റെയും എണ്ണം കൂടിയതോടെയാണ് സമരത്തിന്റെ ഭാഗമായി ഇനി കടകൾ അടയ്ക്കേണ്ടതില്ലെന്ന വ്യാപാരികൾ തീരുമാനിച്ചത്. കഴിഞ്ഞ 5 വർഷമായി പതിവ് തുടരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കടകൾ തുറക്കുന്നതിന് പോലീസ് സംരക്ഷണം ഒരുക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ പണിമുടക്ക് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗതാഗതം പതിവ് പോലെ തന്നെയായിരുന്നു. മുംബൈ, ബാംഗ്ലൂർ ഉൾപ്പെടെ നഗരപ്രദേശങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. പശ്ചിമ ബംഗാളിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകൾ പ്രകടനം നടത്തി. പണിമുടക്കിനെ തുടർന്ന് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മന്ത്രി GR അനിൽ. ബൈക്കിലാണ് മന്ത്രി പണിമുടക്ക് ധർണയിൽ പങ്കെടുക്കാനെത്തിയത്. റേഷൻ കടകൾ ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയത് ജനങ്ങൾക്ക് സൌകര്യമൊരുക്കാൻ വേണ്ടി. 3 ലക്ഷത്തിലധികം പേർ റേഷൻ വാങ്ങിയതായും മന്ത്രി. പണിമുടക്കിലും മുടക്കില്ലാതെ CPM പാർട്ടി കോൺഗ്രസ് വേദി നിർമ്മാണം. സമ്മേളന വേദികൾ തൊഴിലാളികൾ പണിമുടക്ക് ദിവസവും ജോലി ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നായനാർ അക്കാദമിയിലും ടൗൺ സ്ക്വയറിലുമാണ് നിർമ്മാണം നടക്കുന്നത്. ചെന്നൈയിലുള്ള സ്വകാര്യ കമ്പനിക്കാണ് വേദിയുടെ നിർമ്മാണ ചുമതല.
ദേശീയ പണിമുടക്കിനിടയിലും CPM പാർട്ടി കോൺഗ്രസിന്റെ വേദി നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നുവെന്ന വാർത്ത തള്ളി MV ജയരാജൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ സമ്മേളന വേദിക്ക് സമീപം ഉണ്ടെന്നല്ലാതെ പണിയെടുക്കുന്നില്ല. പ്രതിനിധി സമ്മേളനത്തിന്റെ വേദി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പണിമുടക്കിന് ശേഷം ചെയ്തു തീർക്കാവുന്ന നിർമ്മാണ ജോലികളെ ഇനി ബാക്കിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. വെഞ്ഞാറമൂട്ടിൽ CPM-CPI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. വെഞ്ഞാറമൂട്ടിൽ CPM-ഉം CPI-യും വെവ്വേറെയാണ് പ്രകടനം നടത്തിയത്. CPI-യുടെ നേതൃത്വത്തിൽ പ്രകടനം CPM പന്തലിന് സമീപം എത്തിയപ്പോഴായിരുന്നു ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. പണിമുടക്ക് ദിനത്തിൽ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ സർവീസ് നടത്തുമെന്ന KSRTC-യുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം തുടങ്ങിയ ഒരിടത്തേക്കും KSRTC സർവീസ് നടത്തിയില്ല. തിരുവനന്തപുരം RCC-യിലേക്ക് ഒരു സർവീസ് മാത്രമാണ് KSRTC നടത്തിയത്. CPM-ഉമായി ചേർന്ന് INTUC സമരം നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ്. കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊന്നവരിൽ CITU-കാർ ഉണ്ടെന്ന് INTUC മറക്കരുത്. CPM-ഉമായി വേദി പങ്കിടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ. പണിമുടക്ക് സംബന്ധിച്ച കോടതി ഉത്തരവിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംയുക്ത സമരസമിതി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. മുഴുവൻ തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയത്തിലാണ് പണിമുടക്ക്. യൂത്ത് കോൺഗ്രസിന്റേത് അവരുടേതായ അഭിപ്രായമെന്നും ചന്ദ്രശേഖരൻ. സിൽവർ ലൈൻ പദ്ധതിയിൽ സർക്കാരിന് ആശ്വാസം. സർവേ നടപടികൾ തടയണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. സർവേ തുടരാം. സാമൂഹികാഘാത പഠനത്തിന് സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റെന്നും കോടതി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി സുപ്രീംകോടതി ശരിവച്ചു. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേരയിൽ എന്നെഴുതിയ കല്ലിടുന്നതിനെതിരെ ഹൈക്കോടതി. കേരയിൽ എന്ന് രേഖപ്പെടുത്തിയ കല്ലിടാൻ ഡിവിഷൻ ബെഞ്ച് എവിടെയാണ് അനുമതി നൽകിയതെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു. കല്ലുകൾ സ്ഥാപിക്കുന്നത് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. ജനങ്ങളെ ഭയപ്പെടുത്താതെ നിയമപ്രകാരം പദ്ധതിയുമായി മുന്നോട്ടു പോകാം. ജനങ്ങളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ദേവൻ രാമചന്ദ്രൻ. വീട് കയറി സിൽവർ ലൈൻ ബോധവൽക്കരണത്തിന് എത്തിയ CPM നേതാക്കളെ തിരുത്തി നാട്ടുകാർ പ്രതിഷേധം നടത്തി. വിശദീകരണത്തിനെത്തിയ CPM പ്രാദേശിക നേതാക്കളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തടഞ്ഞു. ലഘുലേഖകൾ പോലും വാങ്ങാൻ തയ്യാറാകാതെ നാട്ടുകാർ. പ്രതിഷേധത്തെ തുടർന്ന് നേതാക്കൾ മടങ്ങി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. രാവിലെ 11 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ആലുവ പോലീസ് ക്ലബിലെ DGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഭരതനാട്യം നർത്തകി മൻസിയയെ നൃത്തോത്സവത്തിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമാകുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ നൃത്തോത്സവത്തിൽ നിന്നാണ് ഒഴിവാക്കിയത്. അഹിന്ദുവായതാണ് കാരണമെന്ന മൻസിയ FB പോസ്റ്റ്. കൂടൽമാണിക്യ നൃത്തോത്സവ വേദിയിൽ നിന്ന് ഒഴിവാക്കിയത് നിരാശയുണ്ടാക്കിയതായി ഭരതനാട്യം നർത്തകി മൻസിയ. മതം ഏതാണെന്ന് ചോദിച്ച സംഘാടകർ വിവാഹശേഷം മതം മാറിയോ എന്നും അന്വേഷിച്ചു. തനിക്ക് മതമില്ലെന്നാണ് മറുപടി നൽകിയത്. മുൻപൊരിക്കൽ ഗുരുവായൂരിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും മതേതര വേദികൾ കൂടുതൽ ലഭ്യമാകണമെന്നും മൻസിയയുടെ നൃത്തം വിലക്കിയത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമെന്ന് ക്ഷേത്രം അധികൃതർ. ക്ഷേത്രത്തിനകത്ത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. കലയോട് ബഹുമാനം മാത്രമെന്നും കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ. നൃത്തത്തിന് വിലക്കേർപ്പെടുത്തിയെന്ന ആരോപണവുമായി മറ്റൊരു കലാകാരി കൂടി രംഗത്ത്. മതത്തിന്റെ പേരിൽ തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നത് വിലക്കിയെന്ന തിരുവനന്തപുരം സ്വദേശിനി സൗമ്യ സുകുമാരൻ. അടുത്ത മാസം 21-നാണ് സൗമ്യയുടെ നൃത്തപരിപാടി നിശ്ചയിച്ചിരുന്നത്. വർക്കല ശിവപ്രസാദ് കൊലക്കേസിൽ 6 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. DHRM ദക്ഷിണ മേഖലാ സെക്രട്ടറി വർക്കല ദാസ്, സംസ്ഥാന ചെയർമാൻ സെൽവരാജ് അടക്കമുള്ള പ്രതികളെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. 5ാം പ്രതി സുധി നാരായണന്റെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. ചില ഡോക്ടർമാർ തുടരുന്ന രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് മന്ത്രി വീണ ജോർജ്. ശസ്ത്രക്രിയയുടെ തീയതി നിശ്ചയിക്കണമെങ്കിൽ പോലും ചില ഡോക്ടർമാരെ വീട്ടിൽ പോയി കാണേണ്ട അവസ്ഥ. ചുരുക്കം ചിലർ ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് അപമാനകരമാകുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി. പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിലെ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാഹനങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ അപകടകരമായ അഭ്യാസ പ്രകടനം. വയനാട് കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പനമരം ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. യാത്രയയപ്പ് ദിനത്തിൽ ബൈക്കുകളിലും കാറുകളിലുമായിരുന്നു അഭ്യാസ പ്രകടനം. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു.
എൻ്റെ മോനെ ഡ്രിഫ്റ്റൊക്കെ എന്താ പൊളി, ചെക്കന്മാർ പവർ. മൂലമറ്റം കേസിൽ പ്രതിയുടെ പക്കൽ നിന്ന് പിടികൂടിയ തോക്ക് ലൈസൻസ് ഇല്ലാത്തതെന്ന് പോലീസ്. വിദഗ്ധ പരിശോധനയിൽ നാടൻ തോക്കല്ലെന്നും കമ്പനി നിർമ്മിതമാണെന്നും കണ്ടെത്തി. 2014 കരിങ്കുന്നം സ്വദേശിയായ ഇരുമ്പ് പണിക്കാരനിൽ നിന്നും 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണ് തോക്കെന്ന് പ്രതി ഫിലിപ്പ് മാർട്ടിൻ പോലീസിന് മൊഴി നൽകി. തോക്കെടുക്കാൻ പ്രേരിപ്പിച്ചത് ആളുകളുടെ മർദ്ദനമെന്ന് മൂലമറ്റം വെടിവയ്പ് കേസിലെ പ്രതിയുടെ അമ്മ. പ്രാണരക്ഷാർത്ഥമാണ് ഫിലിപ്പ് വെടിവെച്ചതെന്ന് അമ്മ ലിസി മാർട്ടിൻ. തന്നെ മർദ്ദിക്കുന്നത് കണ്ടാണ് മകൻ വെടിവെച്ചത്. വെടിയേറ്റവരും മർദ്ദിച്ച സംഘത്തിലുള്ളവരെന്ന് സംശയിക്കുന്നു. കടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ലെന്നും ലിസി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൈബർ വിദഗ്ധൻ സായ് ശങ്കറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ഒന്നാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം സായിയുടെ ഹർജിയും പരിഗണിക്കും. 27 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ മൂന്നാം പ്രതിയാണ് സായ് ശങ്കർ. നടൻ മോഹൻലാലിന്റെ ഊട്ടിയിലുള്ള ബംഗ്ലാവിന് സമീപത്തെ വീട്ടിൽ പുലി കയറി. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. മുൻപും ഈ മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. ഇവിടുത്തെ വളർത്തുനായയെ അന്ന് പുലി പിടിച്ചിരുന്നതായി പ്രദേശവാസികൾ. വയനാട് മേപ്പാടി കടൂരിൽ മരത്തിനു മുകളിൽ പുലി. വാഹനയാത്രക്കാരാണ് പുലിയെ കണ്ടത്. തേയിലത്തോട്ടങ്ങൾക്കടുത്തായാണ് പുലിയെ കണ്ടതെന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി തെരച്ചിൽ തുടങ്ങി. മൂന്നാറിൽ നിർമ്മിക്കുന്ന ഹൈഡൽ പാർക്കിന് NOC നിഷേധിച്ച് റവന്യൂ വകുപ്പ്. സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ NOC ഇല്ലാതെ നടത്തിയ നിർമ്മാണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ ലംഘനം. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പത്തനംതിട്ട കുമ്പനാടുണ്ടായ വാഹന അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ഇലന്തൂർ സ്വദേശി ശ്രീകുട്ടൻ, വാര്യാപുരം സ്വദേശി ശൈലേഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒമ്നി വാനുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചെമ്പൂച്ചിറ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിക്കുന്നു. 3.75 കോടി മുടക്കി പണിത കെട്ടിടത്തിന്റെ 2ാം നിലയാണ് പൊളിക്കുന്നത്. നേരത്തെ കെട്ടിട നിർമ്മാണത്തിലെ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൈകൊണ്ട് തൊടുമ്പോൾ സിമന്റ് ഇളകുന്ന നിലയിലായിരുന്നു കെട്ടിടം. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിന്റെ മണ്ഡലത്തിലാണ് ചെമ്പൂച്ചിറ സ്കൂൾ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ക്രിമിനൽ നടപടിച്ചട്ടം പരിഷ്കരിക്കുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയാണ് ബിൽ അവതരിപ്പിച്ചത്. അറസ്റ്റിലാകുന്നവരുടെയും ശിക്ഷിക്കപ്പെടുന്നവരുടെയും ശാരീരികവും ജീവശാസ്ത്രപരവുമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് അധികാരം നൽകുന്നതാണ് ബിൽ. ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. പനാജിയിലെ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. ഗവർണർ PS ശ്രീധരൻപിള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, BJP മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വാസുദേവ് സനലിന്റെ പുതിയ ക്യാമ്പസ് ത്രില്ലർ ചിത്രം വരുന്നു. ഹയ എന്നാണ് ചിത്രത്തിന്റെ പേര്. തിരക്കഥ ഒരുക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ മനോജ് ഭാരതി. നിരവധി പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് ചിത്രം ഒരുങ്ങുന്നത്. സുജിത് S നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന രാഘവേട്ടന്റെ 16 രാമേശ്വരം യാത്രയും എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങി. ചിത്രത്തിന്റെ പൂജ തിരുവനന്തപുരത്ത് നടന്നു. രഞ്ജി പണിക്കർ, ഇന്ദ്രൻസ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പഴയ മൂന്നാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെയും ഡ്രെയിനേജിന്റെയും ഉദ്ഘാടനം മുൻ MLA AK മണി നിർവഹിച്ചു. 13ാം വാർഡിൽ 12 ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. DCC ജനറൽ സെക്രട്ടറി G മുനിയാണ്ടി, തങ്കരാജ്, ശശി എന്നിവർ പങ്കെടുത്തു. തിരുവമ്പാടി പുന്നക്കലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞു. കൊടുവള്ളി സ്വദേശികളായ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. നിസ്സാര പരിക്കേറ്റ ഇവരെ തിരുവമ്പാടിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഴിക്കടവ് പാലത്തിന് കൈവരികളില്ലാത്തതാണ് അപകടകാരണം. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനി കാസർഗോഡ് പിടിയിൽ. വിദ്യാനഗർ സ്വദേശി ഷാനിബാനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് DYSP P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.